ഹായ് ഗായ്സ്, അപ്പം നമുക്കിന്നൊരു വെറൈറ്റി പായസം ഉണ്ടാക്കിയാലോ? ബാ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഇന്നത്തെ താരം, മമ്പയർ. ഇതിന് വൻപയർ എന്നും പറയും. നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പറയുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ ഇതിന് മമ്പയർ എന്നാട്ടോ പറയാം. ഇതൊരു അരമണിക്കൂറെങ്കിലും മിനിമം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കേട്ടോ. ഇതിനെ കൊണ്ട് അധികം ആൾക്കാരും പുഴുക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ ഇതിനെ കൊണ്ട് കിടിലം പോലെ പായസം ഉണ്ടാക്കും. ഈ കുട്ടികൾക്കൊക്കെ ഇത് പുഴുക്കൊക്കെ ആക്കി കൊടുത്തിട്ട് അവർ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പായസം വെച്ച് കൊടുത്താൽ അതുവർ താനേ കഴിച്ചോളും. ഈ മമ്പയർ നന്നായി കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ ഒഴിക്കുക. അധികം വേണ്ട, ഇതൊന്ന് പൊങ്ങിക്കിടക്കാൻ അത്രയുള്ള വെള്ളം. എന്നിട്ടിത് ഹൈ ഫ്ലെയിമിൽ ഒരു 4 വിസിൽ അത്രയും അടിച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഇത് സെറ്റായിട്ടിടാം, നന്നായി വെന്ത് വരും. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നേ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കര പാനി റെഡിയാക്കി എടുക്കാം. 4 ആണി വെല്ലം കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. ഇപ്പോൾ ഇളക്കി ലാസ്റ്റ് നമുക്ക് നല്ല ശർക്കര പാനി ഇട്ട് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. അധികം വെള്ളം ഒഴിക്കണ്ട കേട്ടോ ഫസ്റ്റ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിപ്പോൾ ഒരു തേങ്ങയുടെ പാലാട്ടോ എടുക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ശർക്കര പാനി നമ്മൾ അരിപ്പയിൽ ഒഴിച്ചിട്ട് മാത്രമേ ഇതിലേക്ക് ഒഴിക്കാവൂ, അല്ലെങ്കിൽ അതിൽ കീടങ്ങൾ ഉണ്ടാവും കേട്ടോ. അതിൽ പൂഴിയും മറ്റ് വേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അരിച്ചിട്ട് മാത്രമേ നമ്മൾ ഇതിലേക്ക് എടുക്കാവുള്ളൂ. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ കുറുകി വരണം. ഈ മധുരം എല്ലാം ഈ മമ്പയറിലേക്ക് പിടിക്കണം. അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം കൂടി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് പാല് റെഡിയാക്കാം. ഫസ്റ്റ് തേങ്ങ മാത്രം മിക്സിയിലിട്ട് അടിച്ചെടുക്കുക, വെള്ളം ഒഴിക്കാണ്ട്. അപ്പോൾ നമുക്ക് 1-ാം പാൽ കിട്ടും. പിന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് 2-ാം പാൽ എടുക്കുക, പിന്നെ 3-ാം പാൽ, അങ്ങനെ 3-ാം പാൽ വരെ വേണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 3-ാം പാലാണ് ഒഴിക്കുന്നത്. അത് ഒഴിച്ചിട്ട് 2-ാം പാൽ ഒഴിക്കുക. ഇത് അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി കുറച്ച് വെള്ളത്തിലിട്ട് കലക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് ഒഴിക്കട്ടെ, കുറച്ച് മാത്രം ഒഴിച്ചാൽ. ഇത് പായസത്തിന് കുറച്ചുകൂടെ കട്ടി കിട്ടാൻ വേണ്ടി കേട്ടോ, തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ലാസ്റ്റ് 1-ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇനി അധികം തിളപ്പിക്കൊന്നും വേണ്ട. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നെയ്യ് കൂടെ ഇട്ട്. നമ്മൾ പിന്നെ ഇതിലധികം ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് നെയ്യ് മാത്രം ഇട്ടത്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ്. ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം. നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതിൽ വറുത്തെടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ നമ്മളിങ്ങനെയാണ് എപ്പോഴും ഉണ്ടാക്കൽ. അപ്പോൾ പായസമൊക്കെ ഇതാ സെറ്റായി വന്നിട്ടുണ്ട്. ആ ചൂടോടെ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ഓഫ്, കിഡിലും ടേസ്റ്റാണ് കേട്ടോ. കിഡിലം എന്ന് പറഞ്ഞാൽ കിഡിലും പായസം. നിങ്ങൾ ഒരു പ്രാവശ്യങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊന്നും പുഴുക്കൊന്നും ആക്കിയിട്ട് കഴിക്കാത്ത കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കൊടുത്തു നോക്ക്, അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഞാൻ സത്യമായിട്ട് അധികം ഇങ്ങനത്തെ പുഴുക്കൊന്നും കഴിക്കാത്ത ആളാണ് കേട്ടോ. അങ്ങനെയാണ് അമ്മ എനിക്ക് പണ്ട് ഇതെല്ലാം ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഇപ്പോഴും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് കൂടെ പറയണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.